ട്യൂഷൻ എടുക്കാൻ പോകുന്നുവെന്ന് കള്ളം പറഞ്ഞ് മുക്കുന്നൂരിലെ അമൽ മൻസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഫർസാന അറിഞ്ഞിരുന്നില്ല ഇനി സ്വന്തം വീട്ടിലേക്ക് ഒരു മടക്കമില്ലെന്ന്. അവസാന നിമിഷം വരെ അഫാനെ വിശ്വസിച്ച് സ്നേഹിച്ച ആളായിരുന്നു ഫർസാന. അഫാൻ വിളിച്ചപ്പോഴും അവൾ കരുതിയിരുന്നില്ല മരണത്തിലേക്കാണ് തന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്ന്. അഫാന്റെ ഫോൺ വന്ന ശേഷം ട്യൂഷൻ എന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 1/2 കിലോമീറ്ററോളം ദൂരം നടന്നുപോയതിനു ശേഷം മെയിൻ റോഡിൽ കാത്തുനിന്ന അഫാന്റെ ബൈക്കിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. ഇവരുടെ സൗഹൃദത്തെപ്പറ്റി നാട്ടുകാരിൽ ഏറെ പേർക്കും അറിവില്ല. ചുറ്റുവട്ടത്ത് ചിലപ്പോഴെല്ലാം അഫാനെ കണ്ടതായി ചിലർ ഓർക്കുന്നു. പഠനകാലത്താണ് ഇരുവരും സൗഹൃദത്തിലായത്. പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നുവെങ്കിലും അഫാൻ ഫർസാനിയുമായുള്ള സൗഹൃദം തുടർന്നു. ഫർസാനിയുടെ മാതാവ് ഷീജയ്ക്കും സഹോദരൻ അമലിനും ഈ ബന്ധത്തെപ്പറ്റി അറിവുണ്ടായിരുന്നു. നേരത്തെ വിവാഹത്തിന് താൽപ്പര്യമുണ്ടെന്നറിയിച്ച് ഇവിടെത്തിയ അഫാനോട് ജോലിയും സാമ്പത്തിക ഭദ്രതയും കൈവരിച്ച ശേഷം ആലോചിക്കാമെന്ന് പറഞ്ഞാണ് തിരിച്ചയച്ചത്. ഞാൻ മരിച്ചാൽ ഫർസാന തനിച്ചാകും എന്ന് കരുതിയാണ് അവളെയും കൊലപ്പെടുത്തിയത് എന്നായിരുന്നു പോലീസിനോട് അഫാൻ പറഞ്ഞത്. വീടിന്റെ മുകളിലെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഫർസാനിയുടെ നെറ്റിയിൽ ചുറ്റിക കൊണ്ടടിച്ച ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. നെഞ്ചുമുതൽ മുഖം വരെയും അടിയേറ്റിട്ടുണ്ട്. ചുറ്റിക ഉപയോഗിച്ച് ആഴത്തിൽ മുറിപ്പെടുത്തിയതാണ് മരണകാരണം. ഫർസാനിയുടെ മുഖം ആകെ വികൃതമായ നിലയിലായിരുന്നു. ഫർസാനിയെ കൊലപ്പെടുത്താനായി സഹോദരനെ അഫാൻ വീട്ടിൽ നിന്നും മാറ്റിയതാണ് എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. ഭക്ഷണം വാങ്ങാൻ അനിയനെ അയച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനാണ് എന്നും സംശയമുണ്ട്. കൊലപാതകത്തിന്റെ തൊട്ടു മുൻപുള്ള അഫ്സാന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വെഞ്ഞാറമൂട്ടിലെ സഹർ അൽമന്തി എന്ന കടയിൽ ഭക്ഷണം വാങ്ങാനെത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്കും 5:30ക്കും ഇടയിലാണ് അഫ്സാന്റെയും ഫർസാനിയുടെയും കൊലപാതകം നടക്കുന്നത്. വീട്ടിൽ നിന്ന് സഹോദരനെ മാറ്റുന്നതിന് അഫാന്റെ പ്ലാനായിരുന്നുവെന്നാണ് കരുതുന്നത്. പേരുമലയിലെ വീട്ടിൽ നിന്നും പേരുമല ജംഗ്ഷൻ വരെ അഫാൻ അഫ്സാനെ ബൈക്കിൽ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി ഭക്ഷണം വാങ്ങാനായി വെഞ്ഞാറമൂടുള്ള കടയിലേക്ക് വിടുന്നു. അഫ്സാനെ പറഞ്ഞു വിട്ടതിനു ശേഷമാകാം ഫർസാനിയെ കൊലപ്പെടുത്തിയത് എന്നാണ് കരുതുന്നത്. ഞാൻ പോയി എൻ്റെ പൈസ പറഞ്ഞു പോയി. പൈസ എടുത്ത് 500 നോട്ടാണ് തന്നത്. ചില്ലറയില്ലേ എൻ്റെ? അങ്ങോട്ട് ഇവിടെ പോകുമ്പോൾ